ഗേൾസ്, സോ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ മാത്സിന്റെ പക്ക പ്രെഡിക്ഷൻ. സോ ഞാൻ പറയുന്നത് ഒരിക്കലും ഈ ചോദ്യം അങ്ങനെ തന്നെ 5, 6, 7 എന്ന് പറഞ്ഞ നമ്പേഴ്സ് പോലും മാറാതെ വരും എന്നല്ല ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ബാക്കി എന്തൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈ ചോദ്യങ്ങൾ എൻ്റെ മക്കൾ സ്കിപ്പ് ചെയ്താൽ അത് വൻ നഷ്ടത്തിലേക്കായിരിക്കും എൻ്റെ കുട്ടികൾക്ക് പോകുന്നത്. സോ ഈ ചോദ്യങ്ങൾ നോക്കി വെച്ചോ, ഈ ചോദ്യങ്ങൾ പഠിച്ചു വെച്ചോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ എൻ്റെ മക്കൾ ആരെങ്കിലും ഇത് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെറും ഒരു 5% സാധ്യത മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. സാധ്യത വളരെ 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 കുറവാണ്. ഇനി നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്തെങ്കിലും ഒരു 2 മീറ്റർ ലോങ് റോഡ് കട്ട് ഇൻ ടു 5 പീസസ്. അതുപോലെ എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്താൽ ഒരു പീസിന്റെ നീളം എത്ര, ഈ ചോദ്യമായിരിക്കും വരുവാണെങ്കിൽ സാധ്യത വളരെ വളരെ കൂടുതൽ. അതുപോലെ അതിന്റെ കൂടെ തന്നെ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ്, അതായത് ഒന്നിന്റെ ലെങ്ത് 1/2/5 ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ് 4 പീസിന്റെ ലെങ്ത് എന്താ, 4 × 2/5. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റിനെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൂ. ഇതിന്റെ പുറമൊന്നും നിങ്ങൾക്ക് വരൂല. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ 2/5 × 1/3 ചതുരം ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. ഇത് മാത്രം എൻ്റെ കുട്ടികൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്ത ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആ ട്രയാങ്കിൾസ് ഒന്നും നമ്മളുടെ ഈ വരുന്ന ആനുവൽ എക്സാമിന് വരാൻ വളരെ 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 ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വരാം ഇനി അടുത്ത് റെസിപ്രോക്കൽസിൽ നിന്നാണ്. റെസിപ്രോക്കൽസിൽ നിങ്ങൾ ചോദിക്കുന്ന ഒന്നാമത്തേന്ന് പറയുന്നത് ഇതാ നോക്കി, നിങ്ങൾക്ക് ഹരിക്കാനുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഏരിയ പരപ്പളവ് തന്നിട്ടുണ്ടാവും, അതുപോലെ റെക്റ്റാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അടുത്ത സൈഡ് ലെങ്ത് അല്ലെങ്കിൽ നീളം എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, 3/1/3 ഹരിക്കണം 2/1/3. ഇങ്ങനെ ഹരിക്കാനുള്ള ക്വസ്റ്റ്യനാണ് റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത് ചാപ്റ്ററിലേക്ക് വരിക. ഇനിയാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ രീതികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഡെസിമൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ദശാംശ രീതികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളോട് ചിലപ്പം ചോദിക്കും 3.1/14 നമ്മളോട് ഇതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറയും. എങ്ങനെയാ മാറ്റുക, 314/100 അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ 1/5 തന്നിട്ട് ഇതിനെ ഡെസിമലിലേക്ക് മാറ്റാൻ പറയും. നമ്മൾ എങ്ങനെയാ ചെയ്യുക, ഇവിടെ താഴെ 10ഓ 100ഓ ആക്കി കൊടുക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ × 2 ചെയ്യും, മുകളിലും × 2 ചെയ്താൽ ഇത് എത്രയായി, 1/10 എന്ന് പറയുമ്പോൾ 0.1. അപ്പോൾ ഡെസിമൽ മെത്തേഡ്സ് എന്ന് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡെസിമൽ ടു ഫ്രാക്ഷനും ഫ്രാക്ഷൻ ടു ഡെസിമലും ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ 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 സാധ്യത കൂടുതൽ. ഇനി ഇതിൽ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണുള്ളത്. ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ഈ ഡെസിമൽ മെത്തേഡ്സിനെ കുറിച്ചും നിങ്ങൾ കൂടുതൽ ആലോചിച്ച് വറീഡ് ആവേണ്ട കാര്യമില്ല. ആൻഡ് അടുത്ത റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആണ് എൻ്റെ കുട്ടികൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്ക്, നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ടാവും. നമ്മുടെ വിമൺ ആൻഡ് മെൻ റേഷ്യോ എന്ന് പറയുന്ന ഇവർ പറയാണ് 11:10 ആണ് എങ്കിൽ വിമൺ 1793 ആണെങ്കിൽ മെന്ന് എത്ര, ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. ചിലപ്പോൾ ഇത് വിമൺ മെന്ന് തന്നെ ആയിരിക്കില്ല ഉണ്ടാവുക. നിങ്ങളോട് ചിലപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചായയിൽ പഞ്ചസാരയും അതുപോലെ ചായപ്പൊടിയും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ചായപ്പൊടി ഒരു 2 കപ്പ് എടുക്കുകയാണെങ്കിൽ പഞ്ചസാര എത്ര എടുക്കണം, ഇതുപോലെ മാറ്റിയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയാ ചെയ്യുക, 11 എങ്ങനെ 1793 ആയി, 1793 11 കൊണ്ട് ഹരിച്ചാൽ 1 11 79 77 അതൻ 33 173 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇതായത്. അതുപോലെ ഇവിടെയും 173 കൊണ്ട് ഗുണിച്ചാൽ 1730 ഇതായിരിക്കും ആൻസർ. ഇങ്ങനെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ രമേശിനും ജോണും ഉണ്ട്. അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, രമേശിനും ജോണും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 6:7 ആണ്. 6:7 ആണ് എങ്കിൽ അവർ 6500 രൂപ ഈ അംശബന്ധത്തിൽ വീതിച്ചു എങ്കിൽ എത്ര രൂപ ഓരോരുത്തർക്ക് കിട്ടി? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ആ 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിനെ 1:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിക്കുകയാണെങ്കിൽ ഓരോന്നും എത്ര ഉണ്ടാവും? അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഇതെങ്ങനെയായിരിക്കും വീതിക്കുക? ഇത്രയേ ഉള്ളൂ. നമുക്ക് 6500 രൂപയാണ്
എങ്ങനെയാണ് വീതിക്കേണ്ടത്? എങ്ങനെയാ വീതിക്കുക? ഇവിടെ ടോട്ടൽ 6ഉം 7ഉം 13 13ൽ 6 ഭാഗം നമുക്ക് രമേശിനും കൊടുക്കും ആൻഡ് ജോണിന് കൊടുക്കുക 13ൽ 7 ഭാഗമാണ്. അതായത് ആരുടെ 6500ന്റെ ആരുടെ 6500ന്റെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓർമ്മയില്ലേ? നോക്കി വെച്ചോ. ഇന്നലത്തെ ലൈവ് ഒക്കെ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ പൂരാ നഷ്ടം എന്നേ ഞാൻ പറയുള്ളൂ. അത്രയും അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നലത്തെ ലൈവിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഷോർട്ട് ഹാൻഡ് മാത്ത് അല്ലെങ്കിൽ കണക്കിലേക്ക് ചുരുക്കെഴുത്തിൽ നിങ്ങൾക്ക് 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ആ 4 ഇക്വേഷൻസ് പഠിച്ചാൽ ആ ഒരു ഇക്വേഷൻ നിന്നേ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുകയുള്ളൂ. നമ്മളോട് ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇതുപോലെയുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഇങ്ങനെ 4 ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ തറോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചതാണ്. അത് നിങ്ങളോട് ചോദിക്കും. അതുപോലെ തന്നെ നമ്മളോട് ഓൾജിബ്രായിക് ഫോം എന്തായാലും ചോദിക്കും. എന്തെങ്കിലും ഒരു സാധനം തന്നിട്ട് ഇവിടെ നോക്ക്, ഓൾജിബ്രായിക് ഫോം ഓഫ് 3 times the number added to 4 times the number. അതായത് 3 മടങ്ങിനോട് 4 മടങ്ങ് കൂട്ടിയതിന്റെ ഓൾജിബ്രായിക് ഫോം ഉണ്ട്. അങ്ങനെ ഒരു ഓൾജിബ്രായിക് ഫോമും നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിലെ 4 ഫോംസ് അത് മാത്രമേ നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് മാത്തിൽ ചോദിക്കൂ. അടുത്ത നമുക്ക് ഓൾജിബ്രയാണ് വരുന്നത്. ഈ ഓൾജിബ്ര നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു പാറ്റേൺ എന്നിട്ട് ആ പാറ്റേണിലുള്ള എന്താണ് ഇവിടെയുള്ള പ്രത്യേകത, ആ പാറ്റേണിനെ ബീജഗണിത രൂപത്തിൽ ഓൾജിബ്രായിക് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എന്തിൽ വരിക, ഓൾജിബ്ര എന്ന് വരിക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഇത് കാണണം എന്നുണ്ടെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലൈവ് വേണമെങ്കിൽ 2x ഇട്ട് കേട്ടോ. ഇന്നലത്തെ ലൈവിൽ നമ്മൾ മൊത്തം പറഞ്ഞിട്ടുള്ളത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ ഇതുവരെ ചോദിച്ച PYQs നിന്ന് എടുത്തിട്ടുള്ള നമ്മൾ ഓരോന്നും തെരഞ്ഞെടുത്ത ഓരോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നലത്തെ ലൈവിൽ ചെയ്തത്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ 2x ഇട്ട് കണ്ടോ കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പിരമിഡോ, ഈ 4 എണ്ണമുള്ള ഒരു പിരമിഡോ ചോദിക്കും. എന്നിട്ട് ഇവിടെ x തരും, എന്നിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ പറയും. നമുക്കറിയാം ഇവിടെ x മൈനസ് y ആയിരിക്കും, ഇവിടെ x പ്ലസ് y ആയിരിക്കും. മുകളിൽ നിങ്ങൾക്ക് എന്തായാലും 4x ആയിരിക്കും കിട്ടുക. അതുപോലെ ഇവിടെ എന്തായിരിക്കും വരിക, x പ്ലസ് y, x പ്ലസ് 2y, അങ്ങനെ വന്നിട്ട് മുകളിൽ എത്ര കിട്ടുക. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഇതും പഠിച്ചു വെച്ചോ. ഇത് 2 എണ്ണമാണ് നമ്മൾ ഓൾജിബ്ര എന്ന് നോക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ വരുന്ന റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനാണ്. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തന ഗുണത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു രൂപത്തിനെ നിങ്ങളോട് ഇതിനൊന്ന് ഷോർട്ട് ആക്കാനുള്ള ആണ് നിങ്ങളോട് ആവർത്തന ഗുണനം അല്ലെങ്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് ചോദിക്കാം കേട്ടോ. ആൻഡ് ഓൾസോ നമ്പർ റിലേഷൻ അല്ലെങ്കിൽ സംഖ്യാബന്ധങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദിക്കുക എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ഇതിന്റെ പൊതു ഘടകങ്ങളും ചോദിക്കും. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ഫാക്ടേഴ്സും ചോദിക്കും. അതുപോലെ കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ള ഈ 2 ക്വസ്റ്റ്യൻസ് ചത്താലും ഇടാൻ മറക്കരുത്. ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയാൻ പറ്റണം. ഇത് അറിയില്ല എങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് പോട്ടോ. ഇത് പഠിച്ചു വെച്ചോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണപ്പരപ്പിൽ ആദ്യം തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് BH എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ട്രയാങ്കിൾ ചെയ്തിട്ട് അതിന്റെ ഏരിയ കാണാൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങളോട് ഒരു ഏരിയ തന്നിട്ട്, അതായത് നമ്മളോട് പരപ്പളവ് തന്നിട്ട് നമ്മളോട് പറയും ആ പരപ്പളവുള്ള ഒരു ത്രികോണം വരയ്ക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പരപ്പളവ് തന്നിട്ട് ത്രികോണം വരയ്ക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ തരും. അതായത് ഹാഫ് BH ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അങ്ങനെയെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്താ? ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകും. അതായത് 24 × 2 48 ആണ്. അപ്പോൾ നിങ്ങൾ ബേസും ഹൈറ്റും 48, അതായത് ബേസും ഹൈറ്റും ഒരു 6ഉം 8ഉം എടുത്താൽ കറക്റ്റ് ആണ് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. അല്ലെങ്കിൽ 12ഉം 4ഉം എടുത്താൽ കറക്റ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ആൻ ഏരിയയും തന്നിട്ടുണ്ട്, ഒരു സൈഡും തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡ് എങ്ങനെയാണ്? സിമ്പിൾ. നമുക്ക് ഏരിയന്റെ ഈ ഒരു ഇക്വേഷനിലെ ആ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിന്റെ ഇക്വേഷനിലെ ഈ പരപ്പളവിന്റെ ഇക്വേഷനിൽ ഇവനും തന്നിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത എങ്ങനെയാ കാണാം? ഇതാണ് നിങ്ങൾക്ക് ആകെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഈ ഒരൊറ്റ എന്ത് പഠിച്ചു വെച്ചാൽ നമ്മളുടെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഒന്നും നോക്കാനില്ലടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ്, സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും, ഇതായിരിക്കും നിങ്ങൾക്ക് നാളെ കുഴപ്പിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നോക്ക്, നമുക്ക് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്നിട്ട് അതിന്റെ വികരണത്തിൽ നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കും. അതിന്റെ എന്തായിരിക്കും? ഇതിന്റെ ഏരിയ ആണ്. അപ്പൊ ഈ സൈഡ് 15ഉം ഈ സൈഡ് 15ഉം ആണെങ്കിൽ ഇതിന്റെ ഏരിയ 15 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ആണ്. ഇനി നിങ്ങൾക്ക് ചിലപ്പം ചോദിക്കും ഇതുപോലെയാണെങ്കിൽ ഇതിന്റെ ഈ 2 സൈഡ് എന്താണെന്നുള്ളത്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, നമ്മളുടെ ഏതൊരു
മട്ടത്രികോണവും എടുത്തു. ആ മട്ടത്രികോണത്തിന്റെ ഇവിടെയാണ് നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നതെങ്കിൽ ഇതിന്റെ നീളം 15ഉം ഇതിന്റെ നീളം 6ഉം ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? നമ്മളുടെ വികരണത്തിലാണെങ്കിൽ ഇത് പ്ലസ് ഇതായിരിക്കും. ഇതിന്റെ ഇവിടെയാണ് ഉള്ളതെങ്കിൽ എന്തായിരിക്കും? 15 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ആണ് വരിക. അതും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. മറക്കരുത് മറക്കരുത് മറക്കരുത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ തന്നെ മറ്റൊരാൾക്കാരാണ് നമുക്ക് എന്ത് വരും? നമുക്ക് ഏരിയ തന്നിട്ടുണ്ടാവും. ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ ആ സമചതുരം വരയ്ക്കാൻ, ഏരിയ തന്നിട്ട് സമചതുരം എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത്. സമചതുരം അതായത് ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ സമചതുരം വരയ്ക്കണമെങ്കിൽ സൈഡ് കാണണം. അപ്പൊ ഏരിയ തന്നാൽ എങ്ങനെയാണ് സൈഡ് കാണുക എന്നുള്ള മെത്തേഡും മക്കൾ പഠിച്ചു വെക്കണം. മറക്കരുത്. ഏരിയ തന്നാൽ സൈഡ് എങ്ങനെയാ, നമ്മളുടെ സ്ക്വയറിന്റെ ഏരിയ തന്നാൽ സൈഡ് എങ്ങനെയാ കാണുക എന്നുള്ളത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് നമ്മളുടെ അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സൻസ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒന്നാമത്തേത് പറയുന്നത് നമുക്കിപ്പോ 6500ന്റെ 15% എത്ര? ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. എങ്ങനെയാ ചെയ്യാ? 15% എന്ന് പറഞ്ഞാൽ 15/100 ഇൻറ്റു എന്തിൻ്റെതാണ്? 6500. ഇങ്ങനെയാണ് ശതമാനം കാണാൻ. നിങ്ങൾക്ക് അറിയില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് വേറൊരു കാര്യമാണ്, നമുക്ക് ഇത്ര കൂടി ഇതാ നോക്ക്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് 2% ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് 2% കുറഞ്ഞാൽ ഇതിന്റെ വില എത്ര? അതുപോലെ 10% മാനുഫാക്ചറിങ് ചാർജ് ഈടാക്കി. അതായത് 10% കൂടിയാൽ ഇതിന്റെ ചാർജ് എത്ര? ഇതെത്രയാണ്? 2% കുറഞ്ഞാൽ ഇതിന്റെ ചാർജ് എത്ര? 2% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം മനസ്സിലേക്ക് വരേണ്ടത് 100% ശരിക്കുള്ളത്. 2% കുറഞ്ഞു പറഞ്ഞാൽ ഇതിന്റെ 98% ഞങ്ങൾ കാണണ്ടേ. 10% കൂടി എന്ന് പറഞ്ഞാൽ 100നോട് 10% കൂടി 110% ഞങ്ങൾ കാണണ്ടേ. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കേ. ഇനി അടുത്ത ഡാറ്റ പിക്ചേഴ്സ് അല്ലെങ്കിൽ വിവര ചിത്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ 2 തരത്തിലേ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഒന്നാമത്തേത് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ എണ്ണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പൈ ചാർട്ട് വരയ്ക്കാൻ പറയും. എങ്ങനെയാ വരയ്ക്കുക? ഒരു സ്ക്വയർ, ഒരു ടേബിൾ വരയ്ക്കുന്നു, 4 കഷ്ണങ്ങളാക്കുന്നു. ഇതിൽ എന്താ തന്നിട്ടുള്ളത്? ആ കുട്ടികൾ ബസ് പോകുന്ന കുട്ടികളെയും വാക്ക് ചെയ്ത് പോകുന്ന കുട്ടികളെയും സൈക്കിളിൽ പോകുന്ന കുട്ടികളെയും എണ്ണാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ എഴുതുന്നു? വാക്ക് ചെയ്ത് പോകുന്ന കുട്ടികൾ, സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾ, വാക്ക് ചെയ്ത് പോകുന്ന കുട്ടികൾ, അതുപോലെ സൈക്കിളിൽ പോകുന്ന കുട്ടികൾ. ഇത് നമ്മൾ ജസ്റ്റ് എഴുതി കൊടുക്കുന്നു. 20, 15, 5 ആണ്. 20, 15, 5 ആണ്. ഇത് എഴുതി കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് 2 കോളാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭാഗമാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത കോളം എന്താണ്? നമ്മളുടെ ആംഗിള് അല്ലെങ്കിൽ കോണാണ് നിങ്ങൾ എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതുക? ഇത്രയേ ഉള്ളൂ. ഇവിടെ ടോട്ടൽ എത്രയാണ്? 40 ഉള്ളത്. 40ൽ 20 ആണ് ഇവൻ, 40ൽ 15 ആണ് ഇവൻ, 40ൽ 5 ആണ് ഇവൻ. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ എഴുതേണ്ടത്. എങ്ങനെയാ കോൺ എഴുതുക? ഇതിനൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും അല്ലേ? 1/2 ഇൻറ്റു 360. ഈ ഭാഗം ഇൻറ്റു 360. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് കോണും കിട്ടും. എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. ഇതിന് ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി ഈ ആംഗിൾസ് ഓരോന്നായിട്ട് വരയ്ക്കുന്നു. ഇങ്ങനെ സർക്കിളിനെ ഭാഗിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മറ്റൊന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഓൾറെഡി പൈ ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിന്റെ സെൻട്രൽ ആംഗിൾ ചോദിക്കും, ഇതിന്റെ ഓരോന്നിന്റെയും ശതമാനം ചോദിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യനും വരും. ഈ 2 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കഴിഞ്ഞു? നമ്മളുടെ ഡാറ്റ പിക്ചേഴ്സും കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഇന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ആദ്യത്തിൽ നിന്ന് അവസാനത്തിലേക്ക് പഠിക്കരുത്. എന്ത് ചെയ്യണം? അവസാനത്തിൽ നിന്നും ആദ്യത്തിലേക്ക് പഠിക്കണം. അവസാനമുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ചോദിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? അവസാനത്തിൽ നിന്നും ആദ്യത്തിലേക്കേ പഠിക്കാവൂ. ആദ്യത്തിലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ നേരമില്ലെങ്കിൽ നോ പ്രോബ്ലം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് കൃത്യം 7:30 എൻ്റെ കുട്ടികൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു കിഡിലൻ ലൈവ് മെഗാ മാരത്തോൺ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു 7:30 ലൈവിൽ വന്നു മിസ് ഉറപ്പ് തരാണ്, നിങ്ങൾ ഇവിടെ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ലേ, ഇവിടെ ഏതൊക്കെയോ നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടാവും? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നിട്ടുണ്ടാവും. എനിക്ക് അറിയൂലേ എന്നുള്ള ഇപ്പോഴും ഒരു സംശയമായിരിക്കും. ആ സംശയങ്ങളൊക്കെ ഈ ഒരു 7:30 ലൈവോട് കൂടിയിട്ട് നിങ്ങൾക്ക് തീരുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ആ ലൈവിൽ നമ്മളെല്ലാം ക്ലിയർ ആക്കി തരുന്നതാണ്, എല്ലാം സെറ്റാക്കി തരുന്നതാണ്. 7:30 എൻ്റെ കുട്ടികൾ വന്നാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യം ഞങ്ങൾ ഏറ്റു. ഒന്ന് റിവൈസ് ചെയ്തോ, അവസാനത്തെ ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്തോ. എന്നിട്ട് 7:30 ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ കുട്ടികളും ഇങ്ങോട്ട് പോര്. ബാക്കി ഹനീനാമസ് ഉറപ്പ് വരാണ്, നിങ്ങൾ നാളത്തെ 7ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഒറ്റൊന്നും ഉണ്ടാവുന്നില്ല. അറിയുന്ന ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും എൻ്റെ മക്കൾ അവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ മക്കൾ 7:30 ഒന്ന് വന്നാൽ മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈസി മാത്സ് എന്ന് പറയുന്ന ഒരു ചാനൽ നമുക്കുണ്ട്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം. നമ്മൾ ഇവിടെ രാവിലെ മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക? ആ
ആരെങ്കിലും ഈസി മാത്സ് എന്ന് പറയുന്ന ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ദിവസം നിങ്ങളുടെ നിർണായക ദിവസത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് വൻ നഷ്ടമായിരിക്കും. എൻ്റെ കുട്ടികൾ ഒന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിന് മുകളിലായിട്ട് ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മാത്സ് ചാനൽ എന്ന് പറഞ്ഞിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഒക്കെ നമുക്ക് കാണാം, ഒക്കെ നമുക്ക് സെറ്റാക്കാം. സോ മറക്കണ്ട, ഇന്നത്തെ 7:30 മെഗാ മാരത്തോൺ ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.